Identity theorem. If two polynomials f of x and f1x, both of degree not exceeding n, have equal values for more than n distinct values of x, then they are identical. ഐഡൻറ്റിറ്റി തിയറം എന്താ പറയുന്നത്? എഫ് ഓഫ് എക്സ് എഫ് എൺ എഫ് എക്സ് എന്ന് പറയുന്ന രണ്ട് പോളിനോമിയൽസ് ഉണ്ട്. അതിൻ്റെ ഡിഗ്രി എന്താണ്? എന്നിനേക്കാളും ചെറുതാണ്. അതാണ് പറയുന്നത് എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് എൺ ഓഫ് എക്സ് ബോത്ത് ഓഫ് ഡിഗ്രി നോട്ട് എക്സീഡിങ് എൻ, എന്നിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണ്. മാത്രമല്ല ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട്. എന്താണ്? ഹാവ് ഈക്വൽ വാല്യൂസ് ഫോർ മോർ ദാൻ എൻ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ഓഫ് എക്സ്. എൻ വാല്യൂസിനേക്കാളും കൂടുതൽ വാല്യൂസിൽ എന്താണ്? എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദേ ആർ ഐഡൻറ്റിക്കൽ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആയിരിക്കും. എന്താണ് ഐഡൻറ്റിറ്റി തിയറം പറയുന്നത്? നമുക്ക് രണ്ട് പോളിനോമിയൽസ് ഉണ്ട്, എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും. അതിൻ്റെ രണ്ടിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറുതാണ്. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, എന്നിനേക്കാളും കൂടുതൽ വാല്യൂസിൻ്റെ, അതായത് എൻ പ്ലസ് വണ്ണോ എൻ പ്ലസ് ടുവോ അങ്ങനെ എൻ പ്ലസ് ത്രീയോ, അത് എന്നിനേക്കാളും വലിയ ഒരു നമ്പർ, അതിൽ അത്രയും വാല്യൂസിന് എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏത് വാല്യൂ എക്സിന് കൊടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും എന്തായിരിക്കും എന്ന് പറയണത്? ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, പ്രൂഫ് നോക്കാം. സപ്പോസ് ദാറ്റ് C1, C2, etc. Cm are distinct numbers for which f of x equal to f1 of x. നമ്മളവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു അല്ലേ, എന്നിനേക്കാളും ഒരു വലിയൊരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത്രയും വാല്യൂസിന് എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആ വലിയ വാല്യൂ ആണ് ഇവിടുത്തെ എം. അതായത് C1, C2, etc. Cm എന്ന് പറയുന്നത് എന്താണ്? എം ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആണ്. ആ എം ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സിന് എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും എന്തുമാണ്? ഈക്വൽ ആണ്. ഇനി അതാണ് ദാറ്റ് ഈസ് എഫ് ഓഫ് C1 ഈക്വൽ ടു എഫ് എൺ ഓഫ് C1, എഫ് ഓഫ് C2 ഈക്വൽ ടു എഫ് എൺ ഓഫ് C2, എക്സെട്ര എഫ് ഓഫ് Cm ഈക്വൽ ടു എഫ് എൺ ഓഫ് Cm. ഓൾസോ ഗിവൺ ദാറ്റ് എന്താണ് തന്നിട്ടുള്ളത്? ഒരു കണ്ടീഷൻ കൂടി, എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് എൺ ഓഫ് എക്സ് ബി എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി നോട്ട് എക്സീഡിങ് എൻ. എഫ് ഓഫ് എക്സിൻ്റെയും എഫ് എൺ ഓഫ് എക്സിൻ്റെയും ഡിഗ്രി എന്താണ്? എന്നിനേക്കാളും ചെറുതാണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അങ്ങനെ എഫ് ഓഫ് എക്സിൻ്റെയും എഫ് എൺ ഓഫ് എക്സിൻ്റെയും ഡിഗ്രി എന്നിനേക്കാളും ചെറുതുമാണ്. എന്നിനേക്കാളും വലിയൊരു നമ്പർ എം എടുത്തു കഴിഞ്ഞാൽ ആ എത്രയും എം വാല്യൂസിന് എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ജനറൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എൺ ഓഫ് എക്സ് നമുക്ക് എന്തെന്ന് പറയാം? ഈക്വൽ എന്ന് പറയാം. അപ്പം അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫ് ഓഫ് എക്സിനെ എന്തെന്ന് എടുത്തു? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൺ ഓഫ് എക്സിന് എടുത്തു. ഓക്കെ, എഫ് ഓഫ് എക്സ് അപ്പോൾ ഏതൊക്കെ വാല്യൂസിന് 0 ആയി പോവും? C1, C2, etc. Cm. എന്തുകൊണ്ടാണ്? എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും C1, C2, etc. Cm എന്ന് പറയുന്ന വാല്യൂസിന് ഈക്വൽ ആണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സിന് C1 കൊടുത്താൽ എഫ് ഓഫ് C1 ക്യാപിറ്റൽ എഫ് ഓഫ് C1 എന്ത് വരും? സ്മോൾ എഫ് ഓഫ് C1 മൈനസ് എഫ് എൺ ഓഫ് C1. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് 0 വരും. അതുപോലെ C2നും എക്സെട്ര Cm പറയുന്ന വരെയുള്ള വാല്യൂസിനെല്ലാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്തായി വരും? 0 ആയി വരും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എഫ് ഓഫ് എക്സിൻ്റെയും എഫ് എൺ ഓഫ് എക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറുതാണ്. ഓക്കെ, ഡിഗ്രി ഓഫ് അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ത് തന്നെയായിരിക്കും? എന്നിനേക്കാളും ചെറുത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് എന്തെന്ന് നമുക്ക് പറയാം? 0 എന്ന് പറയാം. നോക്കൂ, എന്താ നമ്മൾ പറയുന്നത്? എന്നിനേക്കാളും ചെറിയ ഡിഗ്രിയുള്ള ഒരു പോളിനോമിയലാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിനേക്കാളും വലിയൊരു നമ്പറായ ആണ് എം നമ്മൾ എടുത്തിട്ടുണ്ട്. അത്രയും എം ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസിന് എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഫംഗ്ഷൻ എന്തായേ പറ്റൂ? 0 ആയി പറ്റൂ. നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് എൺ ഓഫ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു C1, C2, etc. Cm. ഇത്രയും വാല്യൂസിന് എഫ് ഓഫ് എക്സും എഫ് എൺ ഓഫ് എക്സും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മൾ എങ്ങനെയാണ് എടുത്തത്? എഫ് ഓഫ് എക്സ് മൈനസ് എഫ് എൺ ഓഫ് എക്സ്. ഓക്കെ, എക്സ് ഈക്വൽ ടു
ഇനി നെക്സ്റ്റ് x equal to c1 c2 etc cm m greater than n. ഈ c1 c2 etc cm എന്ന് പറയുന്ന വാല്യൂസിന് എഫ് ഓഫ് എക്സിൻ്റെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്തുകൊണ്ടാണ്? c1 c2 etc cm എന്ന് പറയുന്ന വാല്യൂസിൽ എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സും ഈക്വൽ ആയതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. ദെൻ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ്. നമുക്കറിയാം ഒരു nth ഡിഗ്രി പോളിനോമിയലിന് എത്ര റൂട്ട്സ് ഉണ്ടാവും? n റൂട്ട്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സിൻ്റെയും എഫ് വൺ ഓഫ് എക്സിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ത് തന്നെയായിരിക്കും? ലെസ് ദാൻ n തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ലെസ് ദാൻ n ആയ ഒരു പോളിനോമിയലാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ അതിനും എത്രയായിരിക്കും റൂട്ട്സ് ഉണ്ടാവുക? ലെസ് ദാൻ n റൂട്ട്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നമ്മളിവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു? c1 c2 എക്സിട്ര cm m ഗ്രേറ്റർ ദാൻ n ആണ്. എന്നിനേക്കാളും വലിയൊരു നമ്പറാണ് m. അത്രയും m വാല്യൂസിന് എഫ് ഓഫ് എക്സ് 0 ആയിട്ട് വരുന്നുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറിയൊരു റൂട്ടായിട്ടും. ഇപ്പം n ഈക്വൽ ടു എന്താണ്? 4 ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഇനി m എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നോക്കി നോക്കൂ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ 6 വാല്യൂസിന് 0 ആയിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. കാരണം എഫ് ഓഫ് എക്സ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് കൂടി 6 വാല്യൂസിന് അത് 0 ആയി വരുന്നുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, that is f of x minus f1 of x equal to എന്തായേ പറ്റൂ? 0 ആയേ പറ്റൂ. which implies f of x equal to f1 of x. അതിലെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് പോളിനോമിയൽസ് ആണ്. എഫ് ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് രണ്ട് പോളിനോമിയൽസ് ആണ്. ഡിഗ്രി എന്താണ്? ലെസ് ദാൻ n ആണ്. അവയ്ക്ക് എന്നിനേക്കാളും വലിയൊരു വാല്യൂ n ഗ്രേറ്റർ ദാൻ എമ്മിന് m ഗ്രേറ്റർ ദാൻ n എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ എന്താണ്? അത്രയും റൂട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത്രയും വാല്യൂസിന് 0 ആവുന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായേ പറ്റൂ? എഫ് വൺ ഓഫ് എക്സിന് ഈക്വൽ ആയേ പറ്റൂ. അതാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര ഓൾറെഡി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയതാണ്. എന്താണ്? ഒരു ഓൾജിബ്രായിക് ഇക്വേഷൻ, അതിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ അതിന് എന്ത് ഉണ്ടാവും? അറ്റ്ലീസ്റ്റ് 1 റിയൽ ഓർ ഇമാജിനറി റൂട്ട് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ നമ്മൾ എന്താ ഇപ്പോൾ എടുക്കുന്നത്? എഫ് ഓഫ് എക്സ് ബി എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ് വിത്ത് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ഓഫ് ഡിഗ്രി n ആൻഡ് വിത്ത് ലീഡിംഗ് കോഎഫിഷ്യൻറ്റ് a0. ബൈ ഫണ്ടമെൻ്റൽ തിയറം ദർ ഇസ് എ real or imaginary number alpha 1 such that f of alpha 1 equal to 0. ഫണ്ടമെൻ്റൽ തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? അങ്ങനെ ഒരു ആൽഫ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0. ആൽഫ എന്ന് പറയുന്നത് ആൽഫ 1 എന്താണ്? ഒരു ഇമാജിനറി നമ്പറാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഒരു റിയൽ അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആൽഫ 1 എന്ന് പറയുന്നത് ഒരു ഇമാജിൻ നമ്പർ ആണെന്ന് തന്നെ അസ്യൂം ചെയ്തു. എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ്. കാരണം ആൽഫ 1 എന്ന് പറയുന്നത് എന്താ? ഒരു റൂട്ടാണ്. ഇനി എഫ് വൺ ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-1 അറിയാം നമുക്ക്. വിത്ത് ലീഡിംഗ് കോഎഫിഷ്യൻ്റ് എന്താണ്? a0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് വൺ ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കണം. ഓക്കെ, ഹാസ് റിയൽ ഓർ ഇമാജിനറി റൂട്ട് എന്താണ്? ആൽഫ 2. എഫ് വൺ ഓഫ് എക്സിന് ഒരു ഇമാജിനറി റൂട്ട്, ഈ റിയൽ ആവാം ഇമാജിനറി ആവാം, ഒരു റൂട്ട് ആൽഫ 2 എന്ന് എടുത്തു.
f1 ഓഫ് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ആൽഫ ടു ഇൻറ്റു f2 ഓഫ് എക്സ്. ഇനി f2 ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്തായി അപ്പോൾ n-2 ആയി, ഒന്നുകൂടി കുറഞ്ഞു. വിത്ത് ലീഡിങ് കോഎഫിഷ്യൻറ്റ് എന്താണ് a0 ആണ്. സിമിലർലി പ്രൊസീഡിങ് നമുക്ക് എങ്ങനെ ഓരോ റൂട്ട് കുറഞ്ഞ് വന്ന് നമുക്ക് എങ്ങനെ എഴുതാം fn-1 ഓഫ് എക്സ് എന്ന് പറയുന്നത് a0 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ n എന്ന് എഴുതി. ഇനി നമ്മൾ എഫിന് ഓരോ വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം a0 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 എക്സ് മൈനസ് ആൽഫ 2 എക്സെട്ര എക്സ് മൈനസ് ആൽഫ n. a0 എന്ന് പറയുന്നത് എന്താണ് ലീഡിങ് കോഎഫിഷ്യൻ്റ് ആണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത് റൂട്ട്സ് ആണ്. ഒന്നെങ്കിൽ റിയൽ ഓർ ഇമാജിനറി റൂട്ട്സ് ആയിരിക്കാം. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ആണ്. ഓക്കെ, then every polynomial of degree n can be factored into n linear factors. These factors need not be distinct. Okay, ഒരു എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി n, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഡിഗ്രി n ആണ്. അപ്പോൾ nth ഡിഗ്രി പോളിനോമിയൽസിന് എത്ര റൂട്ട്സ് ഉണ്ടാവും n റൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, ആ n റൂട്ട്സും ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ചിലത് എന്തായിരിക്കും അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 2 ആവാം 3 ആവാം. ഓക്കെ, അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു അങ്ങനത്തെ പ്രോബ്ലംസ്. അപ്പോൾ ആൽഫ നമ്പർ ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്ന ഒരു നമ്പർ ഈക്വൽ ടു ആൽഫ 1, ബീറ്റ നമ്പർ ഈക്വൽ ടു ആൽഫ 2 എക്സെട്ര ലാംഡ നമ്പർ ഈക്വൽ ടു ആൽഫ n. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആൽഫ 1 നിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫയാണ്, ആൽഫ 2ൻ്റെ മൾട്ടിപ്ലിസിറ്റി ബീറ്റ ആണ്, ആൽഫ എന്നിൻ്റെ മൾട്ടിപ്ലിസിറ്റി ലാംഡയാണ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം a0 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 ഹോൾ റേസ് ടു ആൽഫ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഹോൾ റേസ് ടു ബീറ്റ എക്സെട്ര എക്സ് മൈനസ് ആൽഫ n ഹോൾ റേസ് ടു ലാംഡ. എക്സ്പാൻഡിങ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് എഫ് ഓഫ് എക്സിനെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇൻ പവേഴ്സ് ഓഫ് എക്സ് മൈനസ് ആൽഫ 1 ബൈ ടൈലേഴ്സ് ഫോർമുല. നമുക്കറിയാം ഏതൊരു പോളിനോമിയൽ തന്നാലും അതിൻ്റെ ടൈലേഴ്സ് ഫോർമുല നമുക്ക് എഴുതാൻ പറ്റും ഇല്ലേ, ടൈലേഴ്സ് ഫോർമുലയിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ടൈലേഴ്സ് ഫോർമുലയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പോളിനോമിയൽ തന്നാലും അതിനെ ടൈലേഴ്സ് സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ടൈലേഴ്സ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ ടൈലേഴ്സ് ഫോർമുലയിൽ നമുക്ക് എന്താ അറിയാം ഇൻഫിനിറ്റിക്ക് പകരം n ടേംസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു പോളിനോമിയലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടൈലേഴ്സ് ഫോർമുലയിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെയും അതുപോലെ ടൈലേഴ്സ് ഫോർമുലയിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും എബൌട്ട് എ പോയിന്റ് എന്താണ് എക്സ് ഈക്വൽ ടു ആൽഫ 1ലാണ് നമ്മൾ എഴുതുന്നത്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 പ്ലസ് എഫ് ഡാഷ് ആൽഫ 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ആൽഫ 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 1 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് എൻ ഓഫ് ആൽഫ 1 ബൈ എൻ ഫാക്ടോറിയൽ എക്സ് മൈനസ് ആൽഫ 1 ഹോൾ റേസ് ടു n. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 നമുക്ക് എന്ത് പറയാൻ പറ്റും എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ് നോക്കി നോക്കൂ, ആൽഫ 1ൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്താണ് ആൽഫ ആണ്. ഒരു പോളിനോമിയലിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന റൂട്ടിൻ്റെ ഡിഗ്രി അല്ലെങ്കിൽ മൾട്ടിപ്ലിസിറ്റി 2 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഡാഷ് എ ഈക്വൽ ടു 0, എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0 അല്ലേ. സിമ്പിൾ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് എഫ് ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണ്. സോ ഇവിടെ ആൽഫ 1 എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫയാണ്. സോ നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0, എഫ് ഡാഷ് ആൽഫ 1 ഈക്വൽ ടു 0 എക്സെട്ര എഫ് ഓഫ് ആൽഫ മൈനസ് 1 of alpha 1 equal to 0 but f alpha of alpha 1 not equal to 0. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് എന്ത് പറയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ, അതായത് നമ്മുടെ ടൈലേഴ്സ് ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എഫ് ഡാഷ് ആൽഫ 1 എഫ് ഡബിൾ ഡാഷ് ആൽഫ 1 അങ്ങനെ എഫ് ആൽഫ മൈനസ് 1 ഓഫ് ആൽഫ 1 വരെ ഉള്ള ടേംസ് 0 ആയിപ്പോൾ ബാക്കിയുള്ള ടേംസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെ വരും അത് എഫ് ആൽഫ ഓഫ് ആൽഫ 1 ബൈ ആൽഫ ഫാക്ടോറിയൽ into x minus alpha 1 whole raised to alpha plus etc. fn of alpha 1 by n factorial x minus alpha 1 whole raised to n. Okay. Therefore, condition for a root a to be multiplicity alpha are that എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു എഫ് ഓഫ് എക്സിൻ്റെ റൂട്ട് ആൽഫ 1 അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫ
ആവണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷനാണ് നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റിയത്. എന്ത്? എഫ് ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0, എഫ് ഡാഷ് ആൽഫ 1 ഈക്വൽ ടു 0, എക്സെട്ര എഫ് ആൽഫ മൈനസ് 1 ഓഫ് ആൽഫ 1 ഈക്വൽ ടു 0 ആൻഡ് എഫ് ആൽഫ ഓഫ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0. അതാണ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഈ ടൈലേഴ്സ് ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യമാണത് അല്ലേ. If A is a simple root, നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എ ഈക്വൽ ടു 0 ബട്ട് എഫ് ഡാഷ് നോട്ട് ഈക്വൽ ടു 0. എ ഈസ് എ ഡബിൾ റൂട്ട്, അപ്പം നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എ എഫ് ഡാഷ് എ ഈക്വൽ ടു 0 ആണ്, എഫ് ഡബിൾ ഡാഷ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. എ എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ റൂട്ട് ആണെങ്കിൽ എഫ് ഓഫ് എ എഫ് ഡാഷ് എ എഫ് ഡബിൾ ഡാഷ് എ ഈക്വൽ ടു 0 ആണ്, ബട്ട് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഈ കണ്ടീഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ. ആ പോളിനോമിയൽ നമ്മൾ എന്താണ് ഓരോ ടൈംസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ് ഈ കണ്ടീഷൻ. അപ്പോൾ എഫ് ആൽഫ ഓഫ് ആൽഫ 1 അവിടെ 0 നോട്ട് ഈക്വൽ ടു 0 ആയിട്ട് വരും, ബാക്കിയുള്ള ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ് എക്സ് ഈക്വൽ ടു ആൽഫ 1 എന്ന് പറയുന്ന റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി ആൽഫ ആകുമ്പോൾ എന്താണ് കണ്ടീഷൻസ് കിട്ടുക? ആ കണ്ടീഷനാണ് ഇവിടുന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം.